ഹലോ വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. മൈ നെയിം ഈസ് ലിജാജു. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ടോപ്പിക്കാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ടോപ്പിക്കിനെ പറ്റി കൂടുതലൊന്നും പറയുന്നില്ല, ഡയറക്റ്റ് എന്താണെന്ന് പറയാം. 10 tiny behaviors that attracts the right people to you. അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ ഒരു സ്കൂളിലേക്കോ കോളേജിലേക്കോ വർക്ക് പ്ലേസിലേക്കൊക്കെ പോവാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നു അവിടെയുള്ള ആൾക്കാരുടെ മുന്നിൽ ഒരു നല്ല ഇമേജ് ഉണ്ടാക്കിയെടുക്കണം എന്ന് വിചാരിക്കണം. പക്ഷെ ആക്ച്വലി ഒരു നല്ല ഇമേജ് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര നല്ല കാര്യമൊന്നും ആണോന്ന് ചോദിച്ചാൽ ആണ്, അല്ലേന്ന് ചോദിച്ചാൽ അല്ല. സത്യം പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ ഒരു ഇമേജ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ജീവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളായിട്ട് തന്നെ ജീവിക്കുക. പക്ഷേ ചില സമയത്ത് നമുക്കൊരു നല്ല ഇമേജ് ഉണ്ടെങ്കിൽ അത് നമുക്ക് പല കാര്യങ്ങളും ഹെൽപ്പ് ചെയ്യും. അതാണ് ആ ഒരു ഡിഫറൻസ്. മനസ്സിലായില്ലേ? അതായത് നമുക്കെപ്പോഴും ഒരു നല്ല ഇമേജ് വേണം എന്നുള്ള ആ ഒരു ആവശ്യത്തിൻ്റെ പുറത്താവരുത് നമ്മളുടെ ലൈഫ്. മറിച്ച് നമുക്ക് കുഴപ്പമില്ല, നമുക്കൊരു ചീത്തപ്പേരില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പലപ്പോഴും പല ബെനിഫിറ്റ്സും നമ്മുടെ ലൈഫിൽ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ പല ആൾക്കാരുടെ മുന്നിൽ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ നിങ്ങളുടെ ലവറിൻ്റെ മുന്നിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ മുന്നിൽ, നിങ്ങളുടെ കൊളീഗ്സിൻ്റെ അടുത്ത്, ഫ്രണ്ട്സിൻ്റെ അടുത്ത്, ക്ലാസ്മേറ്റ്സിൻ്റെ അടുത്തൊക്കെ നിങ്ങൾക്കൊരു നല്ല സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു നല്ല ഇമേജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈഫിൽ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ടാവും. അത്രേ ഉള്ളൂ. അല്ലാതെ നമ്മൾ ലൈഫിലോ നമുക്കൊരു ഗുഡ് ഇമേജ് വേണം എന്നുള്ള രീതിയിൽ ജീവിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനി അങ്ങനെ ജീവിക്കുന്നവരുണ്ടെങ്കിൽ അവരെ നമുക്ക് കുറ്റം പറയാനും പറ്റത്തില്ല. കാരണം അവരുടെ ഇഷ്ടം അതാണ്. നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾ അതുപോലെ ജീവിക്കുക. നമ്മൾ ഒരാളിനെയും അവരുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ടോ അവരുടെ ഇൻറ്റൻഷൻസ് കൊണ്ടോ ബ്ലെയിം ചെയ്യാതെ നമ്മൾ ജീവിക്കുക. അപ്പം ഇങ്ങനെ നല്ല ഇമേജ് ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്ന 10 പോയിന്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ലൈഫിൽ മറ്റുള്ള നല്ല ആൾക്കാരെ നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റും. ഇപ്പം നമുക്ക് നമ്മളുടെ ലൈഫിൽ കുറച്ച് ആൾക്കാരെ ആവശ്യമാണ്. ഇപ്പം നമ്മുടെ ഫാമിലിയിലാണെങ്കിലോ, നമ്മുടെ വർക്ക് പ്ലേസിലോ, സ്കൂളിലോ, കോളേജിലോ നമ്മൾ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഒരു പെയർ ഗ്രൂപ്പിൽ കുറച്ച് ആൾക്കാർ ഉണ്ടാവും. അപ്പം നമ്മളിലേക്ക് കുറച്ച് പേരെ അട്രാക്ട് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വശീകരിക്കുക അങ്ങനെയൊന്നും അല്ല. നമുക്കൊരു നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയെടുക്കണം ഒരാളുമായിട്ടോ അല്ലെങ്കിൽ ഒന്നിലധികം പേരുമായിട്ടോ. അതിനുവേണ്ടി നമ്മളെ കുറച്ച് പേര് ഇഷ്ടപ്പെടണമെങ്കിൽ, നമ്മളിപ്പോൾ ഒരു റൂഡായിട്ടുള്ള ഒരാളാണെങ്കിൽ എല്ലാവരും നമ്മളെ ഇഷ്ടപ്പെടണം എന്നില്ല. അതേസമയം നമ്മൾ അത്യാവശ്യം ഫ്രണ്ട്ലി ആണ്, നമ്മളുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ മറ്റുള്ളവർക്ക് താല്പര്യം തോന്നിക്കുന്ന കുറച്ച് ക്വാളിറ്റീസ് നമ്മളിലുണ്ട് എന്ന് തോന്നുവാണെങ്കിൽ ഡെഫിനറ്റ്ലി ആൾക്കാർ നമ്മളെ ഇഷ്ടപ്പെടാൻ തോന്നും. അങ്ങനെ നല്ല നല്ല മനുഷ്യർ, അതായത് നമ്മളുടെ ആ ഒരു വാല്യൂസിനും നമ്മളുടെ ക്വാളിറ്റീസിനും അനുസരിച്ചുള്ള നല്ല ആൾക്കാരെ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യുന്ന ആ ഒരു 10 പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ഇനി ഒട്ടും ലാഗ് എടുപ്പിക്കാതെ പോയിന്റ്സിലേക്ക് ഡയറക്റ്റ് കിടക്കാം. Our first point is have a calming influence. അതായത് ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഒരാൾ നമ്മളെ കാണുകയാണ്. ഇതിപ്പോൾ നമ്മളുടെ ബോസ് ആവാം, ക്ലാസ് ടീച്ചർ ആവാം, നമ്മളുടെ ബോയ് ഫ്രണ്ടോ ഗേൾ ഫ്രണ്ടോ ആരുമാവാം. ഫസ്റ്റ് ടൈം കാണുമ്പം നമ്മൾ അവിടെ കിടന്ന് ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കി അലറി വിളിച്ച് ഒരുമാതിരി ഒരു എന്താ പറയുന്നത്, ഒരു നെഗറ്റീവ് ഇമേജുമായിട്ടാണ് ചെല്ലുന്നതെങ്കിൽ അവർക്ക് നമ്മളോടുള്ള ഒരു താല്പര്യം മേ ബി കുറയും. അല്ലെങ്കിൽ നമ്മൾ ഇച്ചിരി മോശമാണ് അല്ലെങ്കിൽ ഇച്ചിരി പാടാണ് എന്നുള്ളൊരു ഇമേജ് അവരുടെ ഉള്ളിൽ ഉണ്ടാവും. ഞാൻ ഫസ്റ്റ് ഒന്നുകൂടെ പറയാണ്, നമ്മളൊരു ഇമേജ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ജീവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ നമുക്കൊരു നല്ല ഇമേജ് ഉണ്ടെങ്കിൽ അത് പലപ്പോഴും നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ പറഞ്ഞതുപോലെ എന്താണ് ഒരു കാമിങ് ആയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയെടുക്കുക എന്ന് വെച്ചാൽ, അതായത് നിങ്ങൾ എപ്പോഴും വളരെ സൈലൻ്റ് ആയിട്ടും സട്ടിലായിട്ടും ഇരിക്കണം എന്നല്ല അതിനർത്ഥം. നിങ്ങൾ ഏത് അവസരത്തിലും പോസിറ്റീവായിട്ടിരിക്കണം എന്നാണ്. അതായത് നിങ്ങളുടെ മുന്നിൽ നെഗറ്റീവായിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോഴും നിങ്ങൾ അതിനെ പോസിറ്റീവായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. അവിടെ നിങ്ങൾ കിടന്ന് ബഹളം വെച്ച് ഭയങ്കരമായിട്ട് നെഗറ്റീവ് അടിച്ച് ചീത്ത പറഞ്ഞ് അങ്ങനെയുള്ള ഒരു ആളാവാതെ ആ ഒരു സിറ്റുവേഷനെ എങ്ങനെ നല്ല രീതിയിൽ ഫേസ് ചെയ്യണം, നിങ്ങളുടെ പ്രോബ്ലംസിനെ എങ്ങനെ സൊല്യൂഷൻ കണ്ടുപിടിക്കണം എന്ന് ആലോചിച്ച് നിൽക്കുക. അതുപോലെ തന്നെ എല്ലാവരോടും ഒരു നല്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ഇപ്പോൾ ഒരു സ്മൈൽ കൊണ്ട് തന്നെ നമുക്കൊരാളിനെ ഇഷ്ടപ്പെടാൻ കഴിയും. അപ്പം നമ്മളുടെ ആ ഒരു ഓറ മറ്റുള്ളവരിലേക്കും എത്തണമെങ്കിൽ നമ്മളൊരു കാമിങ് പേഴ്സൺ ആയിരിക്കണം. അതായത് ഇപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ നമ്മളുടെ ഫേസിൽ നല്ല ദേഷ്യപ്പെടുന്ന ഒരു എക്സ്പ്രഷൻ ആണെങ്കിൽ ആൾക്കാർക്ക് മേ ബി നമ്മളോട് വന്ന് മിണ്ടാനോ കമ്പനി ആവാനോ താല്പര്യം വരത്തില്ല.
അതേസമയം നമ്മൾ എല്ലാവരോടും ഒരു പോസിറ്റീവ് വൈബിൽ ബിഹേവ് ചെയ്യാണ്. നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുമ്പോൾ നമ്മൾ ഭയങ്കര ജാടയായിട്ട് സംസാരിക്കാതെ വളരെ കാമായിട്ട് അവരോട് ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുക. അവർ നമ്മളോട് എന്തെങ്കിലും ചോദിക്കുമ്പോൾ ജസ്റ്റ് ഒരു റിപ്ലൈ, 1 വേർഡ് റിപ്ലൈ മാത്രം കൊടുക്കാതെ അവരോടും തിരിച്ചെന്തെങ്കിലുമൊക്കെ സംസാരിക്കുക. അങ്ങനെയൊക്കെ നമ്മൾ ഒരു കാമിങ് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ആൾക്കാർ നമ്മളെ കൂടുതൽ ഇഷ്ടപ്പെടും, നമുക്ക് കൂടുതൽ ഫ്രണ്ട്സ് ഉണ്ടാവും, നമുക്ക് കൂടുതൽ കണക്ഷൻസ് ഉണ്ടാവും, നമ്മളെ കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടും. അതുപോലെ നമുക്കും നല്ലൊരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ നമ്മുടെ ചുറ്റും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. നമ്മുടെ നെക്സ്റ്റ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ക്വിറ്റ് ഹാബിറ്റ്സ് ദാറ്റ് ബ്രിങ് യു ഷെയിം. അതായത് ചില ആൾക്കാർക്ക് ചില ദുസ്വഭാവങ്ങൾ ഉണ്ടാവും. ആ ദുസ്വഭാവങ്ങൾ മേ ബി ടൈനി ബിഹേവിയേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ടൈനി മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ഫോർ എക്സാമ്പിൾ, പെട്ടെന്ന് ദേഷ്യം വരിക, പബ്ലിക്കായിട്ട് പൊട്ടിത്തെറിക്കുക, സറൗണ്ടിങ്സ് ഒന്നും മൈൻഡ് ചെയ്യാതെ ബാഡ് വേർഡ്സ് യൂസ് ചെയ്യുക, അതുപോലെ ഫിസിക്കലി ഒരാളെ അറ്റാക്ക് ചെയ്യുക, എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ റിഗ്രറ്റ് തോന്നുക. ഇങ്ങനെയൊക്കെ ഉള്ള, അല്ലെങ്കിൽ ഇതുപോലെ ഞാൻ പറയാത്ത പല പല നെഗറ്റീവായിട്ടുള്ള ഹാബിറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് അത് കണ്ടുപിടിക്കുക. ഫസ്റ്റ് നിങ്ങൾ ഇരുന്ന് ചിന്തിക്കുക, എന്തൊക്കെയാണ് എൻ്റെ വീക്ക്നെസ്സസ്, എന്തൊക്കെ പറയുമ്പോഴാണ് ഞാൻ എപ്പോഴാണ് ട്രിഗർ ആവുന്നത്, അതെല്ലാം നോക്കുക. അപ്പോൾ ട്രിഗർ ആവുമ്പോൾ ഞാൻ എങ്ങനെയാണ് അവിടെ റെസ്പോണ്ട് ചെയ്യുന്നത്, ഞാൻ എങ്ങനെയാണ് എനിക്ക് ദേഷ്യം വരുന്ന, അല്ലെങ്കിൽ എനിക്ക് വിഷമം വരുന്ന, ഞാൻ ഇറിറ്റേറ്റഡ് ആവുന്ന സിറ്റുവേഷനിൽ ഞാൻ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്, ഞാൻ എങ്ങനെയാണ് അവിടെ റിയാക്ട് ചെയ്യുന്നത് എന്നാലോചിക്കുക. ദെൻ ആ റിയാക്ഷനിലൂടെ എനിക്ക് എന്തൊക്കെ നഷ്ടപ്പെടും, എനിക്ക് അവിടെ നഷ്ടപ്പെടുന്നത് എന്തൊക്കെയാണ്, എനിക്ക് അന്നേരം ഉണ്ടാകുന്ന ഒരു ഇമേജ് എന്താണ്, ഇതെല്ലാം നിങ്ങൾ കാമായിട്ടും ക്വയറ്റായിട്ടും ഇരുന്ന് ആലോചിച്ച് നോക്കുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് എന്തൊക്കെ മോശം ഹാബിറ്റ്സ് ഉണ്ട്. ചില ആൾക്കാരാണെങ്കിൽ വളരെ നല്ല ആൾക്കാരായിരിക്കും, പക്ഷെ അവരുടെ ക്ലോസ് ഫ്രണ്ട്സിൻ്റെ അടുത്ത് അവർക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം വരുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ ഈഗോയെ ചോദ്യം ചെയ്യപ്പെടുന്ന സിറ്റുവേഷൻ വരുമ്പം ഒരു ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും, അല്ലെങ്കിൽ ബാഡ് വേർഡ്സ് ഒക്കെ യൂസ് ചെയ്യും, അല്ലെങ്കിൽ ഫിസിക്കലി ആളിനെ അറ്റാക്ക് ചെയ്യും. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. ഇനി അതും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കും ഞാൻ ഈ പറയാത്ത ടൈപ്പ്. നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുമല്ലോ നിങ്ങളുടെ സ്വഭാവത്തിൽ എന്തൊക്കെയാണ് നിങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ എന്നൊക്കെ. അതെല്ലാം ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കുക. ഇതെല്ലാം നമുക്കൊരു പോർ സെൽഫ് ഇമേജ് കൊണ്ടുവരുന്ന കാര്യങ്ങളാണ്. ഞാൻ വീണ്ടും പറയുകയാണ്, സെൽഫ് ഇമേജ് എന്ന് പറയുന്നത് അതിനുവേണ്ടി ജീവിക്കേണ്ട എന്ന് പലരും പറയുന്നുണ്ടാവും. പക്ഷേ ഈ നല്ലൊരു സെൽഫ് ഇമേജ് നമുക്ക് എപ്പോഴും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ കൊണ്ടുതരത്തുള്ളൂ എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഞാനത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഒരു ഇമേജ് എന്നുള്ളത് നമ്മളുടെയും കൂടി ആവശ്യമാണെന്ന് വിചാരിക്കുക. അത് മറ്റൊരാളെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്ന് വിചാരിക്കാതെ നമുക്കും വേണ്ടി കൂടിയാണ് എന്ന് നമ്മൾ വിചാരിക്കുക. ഈ പറഞ്ഞ പോർ സെൽഫ് ഇമേജ് ഉണ്ടല്ലോ, അതായത് നമ്മളെ പറ്റി ആൾക്കാർ പറയാണ്, ശേ അവനെ ഒന്നിനും കൊള്ളത്തില്ല, അവളെ ഒന്നിനും കൊള്ളത്തില്ല, അവൾ ഈ പറയുന്നത് മാത്രമേ ഉള്ളൂ, ആക്ഷനിലൊന്നും ഇല്ല, ഇങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ നമ്മളത് പല രീതിയിൽ ഇപ്പം നമ്മുടെ പേഴ്സണൽ ലൈഫിലും പ്രൊഫഷണൽ ലൈഫിലും ബാധിക്കാൻ ഇടയുണ്ട്. ഈ പറഞ്ഞതുപോലെ പോർ സെൽഫ് ഇമേജ് വിൽ ഫ്ലഡ് ഇൻ ടു ഓൾ ഏരിയാസ് ഓഫ് യുവർ ലൈഫ്. അതുകൊണ്ട് തന്നെ ഓൾവേസ് ട്രൈ ടു ലിവ് വിത്ത് വാല്യൂസ് ആൻഡ് ലിവ് വിത്ത് പ്രൈഡ് that will exude a positive aura or positive energy throughout your life. അതുകൊണ്ട് എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല, എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് ആ ഒരു പോസിറ്റീവ് ഇമേജ് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ ജീവിക്കാൻ ശ്രമിക്കുക. നമ്മുടെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിക്കുക. ദേഷ്യമൊക്കെ കൺട്രോൾ ചെയ്യാനും അതിനെയെല്ലാം കളയാനും ശ്രമിക്കുക. ദേഷ്യം വരുന്ന സിറ്റുവേഷനിൽ നോർമലായിട്ട് മാന്യമായിട്ട് സംസാരിച്ച് പരിഹരിക്കാൻ വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യുക. അതൊരു സ്കില്ലാണ്. ആ സ്കില്ല് നമ്മൾ വീട്ടിലിരുന്ന് തന്നെ ഡെവലപ്പ് ചെയ്യണം. Our next point is listen beyond words. ഇത് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരാളോട് സംസാരിക്കുമ്പം അവർ പറയുന്ന കാര്യത്തിനപ്പുറം നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ ഒബ്സർവ് ചെയ്യണം. അതായത് അവരിപ്പോൾ നമ്മളോടൊരു കാര്യം, നമ്മളൊരു ക്വസ്റ്റ്യൻ ഒരാളോട് ചോദിക്കുമ്പം അയാൾ പറയുന്ന റിപ്ലൈയിൽ ആ വേർഡ്സിനപ്പുറം പല കാര്യങ്ങളും ഒളിഞ്ഞു കിടപ്പുണ്ട്. അവരുടെ ഇൻട്രസ്റ്റ് അതിൽ കിടപ്പുണ്ട്, ഇൻട്രസ്റ്റ് ഇല്ലായ്മ കിടപ്പുണ്ട്, അവരുടെ ജലസി കിടപ്പുണ്ട്, അവരുടെ ക്യൂരിയോസിറ്റി കിടപ്പുണ്ട്, അവരുടെ ഡൗട്ട്സ് കിടപ്പുണ്ട്, അതുപോലെ അവരുടെ കളിയാക്കലുകൾ കിടപ്പുണ്ട്, അവരുടെ ഒരു സപ്പോർട്ടീവ് മൈൻഡ് സെറ്റ് കിടപ്പുണ്ട്. ഇതെല്ലാം ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ നമുക്ക് അതിനുള്ളൊരു എബിലിറ്റി ഉണ്ടാവണം. സോ അതെല്ലാം നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ അത് ചെയ്യാൻ പറ്റിയൊരു കാര്യം, നിങ്ങളിപ്പോൾ ഇനിയിപ്പോൾ ഒരാളോട് സംസാരിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ ആ ആളിന് നിങ്ങളോട് സംസാരിക്കുമ്പോൾ അയാളുടെ ബോഡി ലാംഗ്വേജ് ശ്രദ്ധിക്കുക, അയാളുടെ വോയിസിലുണ്ടാകുന്ന ചേഞ്ചസ് ശ്രദ്ധിക്കുക, അയാളുടെ ഐസിൽ ഉള്ള എക്സ്പ്രഷൻസ് നോക്കുക, ഫേഷ്യൽ എക്സ്പ്രഷൻസ് നോക്കുക,
അതുപോലെ ഹാൻഡ് ഗസ്റ്റേഴ്സ് നോക്കുക, അതുപോലെ കൈയൊക്കെ ഇങ്ങനെ ക്രോസ് ചെയ്താണോ നിൽക്കുന്നത്, ഇൻട്രസ്റ്റ് ഇല്ലാതെയാണോ നിൽക്കുന്നത്, ഫോണിലൊക്കെ സ്ക്രോൾ ചെയ്തുകൊണ്ടാണോ നിൽക്കുന്നത്, ഇതെല്ലാം നോക്കുക. നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ലാത്ത ഒരാളാണെങ്കിൽ ഡെഫിനറ്റ്ലി ആ ഒരു ഫോണിൽ നോക്കിക്കൊണ്ട് നിൽക്കും. നിങ്ങൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് മാത്രം ജസ്റ്റ് ഒരു സിമ്പിൾ റിപ്ലൈസ് പറഞ്ഞുകൊണ്ടിരിക്കും. വേറെ എവിടെയെങ്കിലും നോക്കി സംസാരിക്കും, വേറെ ആരെങ്കിലും വെയിറ്റ് ചെയ്യുന്നത് പോലെയൊക്കെ നോക്കും. ഇങ്ങനെയുള്ള അവരുടെ ഒരു ബോഡി ലാംഗ്വേജ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി അതല്ല, നിങ്ങളോട് പേടിയുള്ള ഒരാളാണെങ്കിൽ ഇങ്ങനെ കുറച്ച് വിറച്ചൊക്കെ ആയിരിക്കും സംസാരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫേസിലോട്ട് നോക്കാതെ കുറച്ച് താഴേക്കൊക്കെ നോക്കി ആ രീതിയിലൊക്കെ ആയിരിക്കും സംസാരിക്കുന്നത്. അപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളിന് നമ്മളോടുള്ള ഇമോഷൻസ് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ ഒരു പരിധി വരെ നമുക്ക് പറ്റും ഇവരുടെ ഈ ഒരു ഔട്ട്ലുക്ക് വഴി. അപ്പോൾ ഒരാൾ നമ്മളോട് ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പം അവരതിലൂടെ ഉദ്ദേശിക്കുന്നത് ആ ഒരു ക്വസ്റ്റ്യനുള്ള ആൻസർ മാത്രമാണോ, അല്ലെങ്കിൽ അവർ പറയുന്ന ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണോ എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മളെ അവർക്ക് താല്പര്യമുണ്ടോ ഇല്ലയോ എന്ന് ആ ഒരു കമ്മ്യൂണിക്കേഷനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ അവർക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അവർ പറയുന്ന വേർഡ്സിനപ്പുറം നമുക്ക് അത് വായിച്ചെടുക്കാൻ പറ്റണം. ഇനി പറ്റുന്നില്ല എങ്കിൽ ആ ഒരു സ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ഡെവലപ്പ് ചെയ്ത് എടുക്കണം. നമ്മുടെ നെക്സ്റ്റ് പോയിന്റ് ആണ് റിവീൽ ലെസ് അബൌട്ട് യുവർ സെൽഫ്. അതായത് പലരും ചെയ്യുന്ന മിസ്റ്റേക്കാണ്, ഈവൻ ഞാനും അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ ഒരാളിനോട് നമ്മളെ പറ്റിയുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും റിവീൽ ചെയ്യും. നമ്മളുടെ ഗോൾസ്, നമ്മുടെ പേഴ്സണൽ അഫെയർസ്, അതുപോലെ നമ്മുടെ ഫാമിലി ഇഷ്യൂസ്, നമ്മുടെ വീക്ക്നെസ്, നമ്മുടെ ഫിയേഴ്സ്, നമ്മുടെ ഈഗോ ഇഷ്യൂസ്, ഇതെല്ലാം ഒരാളോട് ബ്ലൈൻഡായിട്ട് ഷെയർ ചെയ്യാൻ പാടില്ല. കാരണം പീപ്പിൾ വിൽ ചേഞ്ച്, സിറ്റുവേഷൻസ് വിൽ ചേഞ്ച്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് കാണുന്ന ആളാവണം എന്നില്ല നാളെ ഇയാൾ. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഒരാളിനോട് ഒരു കാര്യം സംസാരിക്കുമ്പം നമുക്ക് അവിടെ ഒരു ഹെൽത്തി ബൗണ്ടറി ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം. ഈ കാര്യം ഇയാളിനോട് പറയുന്നത് കൊണ്ട് എനിക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ, അയാൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ, ഞങ്ങൾക്ക് തമ്മിൽ ഈ ഒരു കാര്യം ചുമ്മാ ഒരു ടൈം പാസിന് സംസാരിക്കേണ്ട ഒരു ടോപ്പിക്കാണോ ഇത്, ഇതൊക്കെ ഒരു കാര്യം പറയുന്നതിന് മുൻപ് നമ്മൾ തിങ്ക് ചെയ്യണം. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് രണ്ടുപേർക്കും ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യമാണെങ്കിൽ സംസാരിക്കാം, ഓക്കെ, നോ പ്രോബ്ലം. പക്ഷെ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ, നമ്മുടെ സീക്രട്സ്, നമ്മൾ മാത്രം അറിയേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മളുടെ ഫാമിലിക്കുള്ളിൽ നിൽക്കേണ്ട കാര്യങ്ങൾ, ഇതൊക്കെ നമ്മൾ ഒരു ഫ്രണ്ടിനോട് ഷെയർ ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഇനി അതുണ്ടെങ്കിൽ തന്നെ അത് നിങ്ങളുടെ അത്രയും ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ആയിരിക്കണം. അത് ക്ലോസ് ഫ്രണ്ട് ആണെങ്കിൽ പോലും ആ ഒരു കോൺവെർസേഷൻ കൊണ്ട് എന്തെങ്കിലും യൂസ് ഉണ്ടെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി. അത് അവർക്കോ നിങ്ങൾക്കോ യൂസ് ഇല്ല എന്നുണ്ടെങ്കിൽ അത് യൂസ്ലെസ് ആണുള്ള ടോപ്പിക്കാണ് നിങ്ങൾ മനസ്സിലാക്കുക. മാത്രമല്ല നാളെ ഒരു ദിവസം നിങ്ങൾക്ക് തന്നെ അതൊരു കാലിൽ വള്ളിയായിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ടെന്നും തിരിച്ചറിയുക. അടുത്ത പോയിന്റ്, ഓപ്പൺ അപ്പ് ഫിസിക്കലി. നമ്മൾ ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്നറിയോ? അതായത് നമ്മളിലേക്ക് നല്ല ആൾക്കാരെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൈനി ബിഹേവിയേഴ്സ് ആണ്, അല്ലേ? അപ്പോൾ നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് പഠിക്കാനോ വർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു പിയർ ഗ്രൂപ്പിൽ എന്തിനോ നമ്മൾ ചെല്ലുമ്പം നമുക്ക് അവിടെ കുറച്ച് ക്ലോസ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരെ നമ്മൾ കണ്ടുപിടിച്ചു, കുറച്ച് പേരുമായിട്ട് നമുക്ക് കുറച്ച് അത്യാവശ്യം നല്ല റിലേഷനൊക്കെ ആയി. പക്ഷെ നമുക്ക് അവിടെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഇപ്പോഴും ഇല്ല. അങ്ങനെയുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോയിന്റ്സ്, ഇനി പറയാൻ പോകുന്ന പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്, പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഈ പറഞ്ഞതുപോലെ ഓപ്പൺ അപ്പ് ഫിസിക്കലി എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നോക്കാം. അതായത് നിങ്ങൾക്ക് ദേഷ്യം വരുമ്പോഴോ വിഷമം വരുമ്പോഴോ നിങ്ങൾ ആ കാര്യങ്ങളെല്ലാം നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുക. പക്ഷേ ദേഷ്യം എക്സ്പ്രസ് ചെയ്യുമ്പം സൂക്ഷിക്കണം. ആ ദേഷ്യത്തെ ഒന്ന് കുറച്ചിട്ട് അത് നോർമൽ ആയിട്ടുള്ള വേർഡ്സിലൂടെ കോൺവെർസേഷനിലൂടെ പറയുക. ബാഡ് വേർഡ്സ് ഒക്കെ എടുത്ത് മാറ്റുക. പിന്നെ നിങ്ങൾക്ക് വിഷമം വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഷോൾഡേഴ്സ് ഒക്കെ ഡൗൺ ചെയ്ത ഒരാളിനോട് സംസാരിക്കാം. നിങ്ങൾ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പം അവരുടെ ഇമോഷൻസ് മനസ്സിലാക്കി ഇനി അവർക്ക് നിങ്ങളൊരു കെയർ കൊടുക്കണം. അവർക്കാണ് നിങ്ങൾ സപ്പോർട്ട് കൊടുക്കണമെങ്കിൽ അവരുടെ ഷോൾഡറിൽ തട്ടി അതുപോലെ അവർക്ക് ഷേക്ക് ഹാൻഡ് കൊടുത്തിട്ട് അവരെ എൻകറേജ് ചെയ്യാം. നിങ്ങളുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് വഴി അവർക്ക് പോസിറ്റിവിറ്റി പകരാം. അതുപോലെ നിങ്ങൾക്ക് ഒരാളിനോട് എക്സൈറ്റ്മെൻറ്റ് പ്രകടിപ്പിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഷോൾഡറൊക്കെ താഴ്ത്തി നിങ്ങൾക്ക് കൈയൊക്കെ ക്രോസ് ആയിട്ട് നിർത്തുവാണെങ്കിൽ അതെല്ലാം മാറ്റിയിട്ട് ഓപ്പൺ ആവുക. അതായത് ഈ ക്രോസ് ആയിട്ട് വെക്കുക എന്നുള്ളത് കൊണ്ട് നമ്മൾ എന്തൊക്കെയോ ഹൈഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ഡിസ്റ്റൻസ് ഉണ്ട്, നിങ്ങളുമായിട്ട് എനിക്ക് കുറച്ച് ബൗണ്ടറീസ് ഉണ്ട് എന്നുള്ളൊരു ഇമേജ് അവിടെ ഉണ്ടാവും. അതെല്ലാം മാറ്റി അവരുമായിട്ട് ജെനുവിൻ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലേക്ക് മാറുക. അതിപ്പോൾ ഫ്രണ്ട്സ് ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും ആരാണെങ്കിലും ഷെയ്ക്ക് ഹാൻഡ് ഒക്കെ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ കൊണ്ടുവരാൻ അല്ലെങ്കിൽ ആൾക്കാരെ അട്രാക്ട് ചെയ്യാൻ ഒരു ബോണ്ട് ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കുക. അടുത്ത പോയിന്റാണ് മേക്ക് അതേഴ്സ് ലുക്ക് ഇമ്പോർട്ടൻറ്റ്. അതായത് പലർക്കും പറ്റുന്ന ഒരു മിസ്റ്റേക്കാണ്, ഇപ്പം നമ്മൾ ഒരാളിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, സംസാരിക്കുന്നത് മൊത്തം നമ്മളുടെ കാര്യങ്ങളാണ്. അതിപ്പം നമ്മളുടെ ആഗ്രഹങ്ങളെ പറ്റിയിട്ടാണ്. എനിക്ക് ഇന്നത് വേണം, എനിക്ക് ഇന്നത് ചെയ്യണം, എനിക്ക് അവിടെ പോകണം, എനിക്ക് അത് വാങ്ങിക്കണം.
ഫുൾ നമ്മുടെ കാര്യം. പക്ഷേ ഇത് കേട്ടോണ്ടിരിക്കുന്ന ആളിനും എന്തെങ്കിലുമൊക്കെ പറയണ്ടേ? അവർക്കും ഈ പറഞ്ഞ പോലുള്ള ആഗ്രഹങ്ങളൊക്കെ കാണത്തില്ലേ? അത് പലരും വിട്ടുപോകുന്നുണ്ട്. എനിക്ക് എൻ്റെ ആ ഒരൊറ്റ തോട്ടിൽ പോകുന്നവരുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു കോൺവെർസേഷനിൽ ഇൻവോൾവ് ആകുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളൊരു പെയർ ഗ്രൂപ്പിൽ ചെല്ലുമ്പോൾ നിങ്ങളൊരു ലിസണർ കൂടിയാവുക. അവർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. നിങ്ങളൊരു സ്ഥലത്തേക്ക് പോകാൻ ഒരുങ്ങണം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം ചൂസ് ചെയ്യാതെ എല്ലാവരുടെയും കൂടെ അഭിപ്രായങ്ങൾ ചോദിക്കുക. ഒരു ഫുഡ് ഓർഡർ ചെയ്യാൻ നേരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ളത് വാങ്ങിക്കാതെ എല്ലാവരുടെയും ഇഷ്ടം നോക്കുക. അതുപോലെ നിങ്ങൾ എല്ലാ കാര്യത്തിലും നിങ്ങളുടേത് മാത്രമാവാതെ സെൽഫിഷ് ആവാതിരിക്കുക. അതാണ് ഒറ്റ വാക്യം പറയുന്നത്. അപ്പോൾ സെൽഫിഷ് ആവുന്നവരോട് ആൾക്കാർക്ക് ഒരു താല്പര്യം കുറയും. നിങ്ങളുടെ പേഴ്സണൽ സ്പേസിലാണെങ്കിൽ ഓക്കെ, പക്ഷെ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ മറ്റുള്ളവരുടെ മുന്നിൽ നല്ലൊരു ഇമേജ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യണം എന്നാണ് നിങ്ങളുടെ ആവശ്യമെങ്കിൽ ഈ പറഞ്ഞതുപോലെ മറ്റുള്ളവർക്കും പ്രയോറിറ്റി കൊടുക്കുക. അവരെ കൂടെ നിങ്ങളുടെ കാര്യങ്ങളിൽ ഇൻവോൾവ് ചെയ്യിക്കുക. ആ ഒരു കോൺവെർസേഷനിൽ അവരുടെ കാര്യങ്ങളും കൂടി പറയാം. അല്ലാതെ എനിക്ക് കഴിഞ്ഞ വർഷം എനിക്ക് ഇന്നതൊക്കെ കിട്ടി, ഞാൻ ഇന്ന സ്ഥലത്തൊക്കെ പോയി, ഞാൻ ഇന്നതൊക്കെ വാങ്ങിച്ചു, ഇനി എൻ്റെ നെക്സ്റ്റ് പ്ലാൻ അതാണ്, അങ്ങനെ ഇങ്ങനെ നിങ്ങളുടെ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം സംസാരിച്ചുകൊണ്ടിരിക്കാതെ, നിങ്ങളുടെ ആവശ്യത്തിന് മാത്രം അവരെ കോണ്ടാക്ട് ചെയ്യാതെ എല്ലാവർക്കും ഇമ്പോർട്ടൻസ് കൊടുത്ത് മുന്നോട്ട് പോവുക. അടുത്ത പോയിന്റ് അധികം ആൾക്കാരും പറഞ്ഞിട്ടില്ലാത്തൊരു പോയിന്റാണ്, സ്ലോ യുവർ മൂവ്മെന്റ്സ്. അതായത് നിങ്ങൾക്കറിയാമോ, സ്പീഡിൽ ഒരു കാര്യങ്ങൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ഫാസ്റ്റ് ആയിട്ട് ഇന്നത് ചെയ്യുന്നത് ഇതൊക്കെ പ്രൊഫഷണൽ സെറ്റപ്പിൽ, ഒരു പ്രൊഫഷണൽ സെറ്റിങ്ങിൽ അത്യാവശ്യമാണ്. ഒരു ടൈം ലൈനിലുള്ള ഡെഡ് ലൈനിനുള്ളിൽ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതൊക്കെ അത്യാവശ്യമാണ്. പക്ഷേ ഒരു ഫ്രണ്ട്ലി സെറ്റിങ്ങിനിടയിൽ അല്ലെങ്കിൽ ഒരു ഫാമിലി സെറ്റിങ്ങിനിടയിൽ ഈ പറഞ്ഞ റഷായിട്ട് ബിഹേവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു അറോഗൻ്റ് ആയിട്ടുള്ള ഒരു ഇമേജാണ് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൈവറ്റ് സ്പേസിൽ നിങ്ങളും നിങ്ങളുടെ ക്ലോസ്ഡ് വൺസുമായിട്ടുള്ള പ്രൈവറ്റ് സ്പേസിൽ കുറച്ച് സ്ലോ ഡൗൺ ചെയ്യുക. കുറച്ചും കൂടിയൊക്കെ ഒന്ന് സ്ലോ ആകുമ്പോൾ നിങ്ങൾ കുറച്ചും കൂടി കെയറിങ് ആയിട്ടുള്ള ഒരാളായിട്ട് തോന്നും, കുറച്ചും കൂടി റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരാളായിട്ട് തോന്നും. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു സെറ്റിങ്ങിൽ നിങ്ങൾ കുറച്ചും കൂടി നിങ്ങളുടെ ആക്ഷൻസ് ഒക്കെ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യുക. അതായത് പെട്ടെന്ന് ചെയ്തു തീർക്കണം, പെട്ടെന്നാവട്ടെ, മതി, നിർത്ത്, അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കിനും അവിടെ ആ ഒരു അറ്റാച്ച്മെൻറ്റ് കുറയുകയാണ്. അല്ലെങ്കിൽ ടേക്ക് യുവർ ടൈം, ഇപ്പം നിനക്ക് ഇഷ്ടമുള്ള സമയം എടുത്ത് പതുക്കെ ചെയ്താൽ മതി, ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. ഈ പറഞ്ഞത് തമ്മിൽ വ്യത്യാസമില്ലേ? പെട്ടെന്നാവട്ടെ, മതി എന്ന് പറയുന്നതും ടേക്ക് യുവർ ടൈം എന്ന് പറയുന്നതും തമ്മിൽ ഇമോഷണൽ ഡിഫറൻസ് ഉണ്ട്. സോ ഈ സെക്കൻഡ് പറയുന്ന ആൾക്കാരോട് എല്ലാവരും അറ്റാച്ച്ഡ് ആവാനുള്ള ഒരു താല്പര്യം കൂടുതലായിരിക്കും. നെക്സ്റ്റ് പോയിന്റ് ആണ് ആസ്ക് ക്വസ്റ്റ്യൻസ്. അതായത് ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്കൊരു നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാക്കണം, നല്ല ആൾക്കാരെ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ആസ്ക് ക്വസ്റ്റ്യൻസ്. അതിനൊരു സൈക്കോളജി ഉണ്ട്. എന്താണെന്നറിയാമോ? ഇപ്പം നിങ്ങൾ ഒരാളിനോട് ഒരു ഡൗട്ട് ചോദിക്കുകയാണ്, അപ്പോൾ ആ ആളുടെ മൈൻഡിൽ നിങ്ങളോടൊരു താല്പര്യം തോന്നും. കാരണം ആ ആളിന് എന്തൊക്കെയോ അറിയാം എന്നുള്ളൊരു തോട്ട് നിങ്ങളുടെ ഉള്ളിൽ വന്നതുകൊണ്ടല്ലേ നിങ്ങൾ ആ ആളിനോട് ആ ഡൗട്ട് ചോദിച്ചത്. അപ്പോൾ അവരെ നിങ്ങൾ അത്രയും കൺസിഡർ ചെയ്യുന്നു, അവർക്ക് നിങ്ങളൊരു പ്ലേസ് നിങ്ങളുടെ മൈൻഡിൽ കൊടുക്കുന്നു. അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ അവരോട് ചോദിച്ചു എന്നുള്ളൊരു തോട്ട് അവരുടെ മൈൻഡിൽ വരും, നിങ്ങളോടൊരു പ്രത്യേക താല്പര്യവും തോന്നും. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിലുള്ള ഡൗട്ട്സ് ഒക്കെ അതറിയാവുന്ന ആൾക്കാരോട് ചോദിക്കുന്നതിൽ ഒരു മടിയും വിചാരിക്കേണ്ട. അത് നിങ്ങൾക്ക് ലൈഫിൽ നല്ലത് മാത്രമേ ചെയ്യൂ. ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ ചുറ്റുമുള്ളവരിൽ നിന്ന് നല്ല ആൾക്കാരെ നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യാൻ വേണ്ടി അതെന്തായാലും ഹെൽപ്പ് ചെയ്യും. ഞാൻ തന്നെ എനിക്കറിയാത്ത കാര്യങ്ങളെപ്പറ്റി, ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്ന ടൈമിൽ എനിക്ക് ഏറ്റവും പാടുള്ള വിഷയങ്ങളൊന്നായിരുന്നു ഹിന്ദി ലാംഗ്വേജ്. എനിക്കിപ്പോഴും ഹിന്ദി ലാംഗ്വേജ് ഒന്നും അറിയത്തില്ല. ഞാൻ SSLCക്ക് ശേഷം ഹിന്ദി ലാംഗ്വേജ് പഠിച്ചിട്ടില്ല. അപ്പോൾ ആ ഒരു ടൈമിൽ ഹിന്ദി ലാംഗ്വേജ് ഒക്കെ അറിയാവുന്നവരോട് ഞാൻ ഡൗട്ട്സ് ഒക്കെ ചോദിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് അവർ നല്ലപോലെ പറഞ്ഞ് എനിക്ക് വേണ്ടി സ്പെഷ്യൽ നോട്ട്സ് ഒക്കെ എഴുതിക്കൊണ്ട് തന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നിങ്ങളുടെ ലൈഫിൽ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലോ പ്രൊഫഷണൽ സെറ്റിങ്ങിൻ്റെ കാര്യത്തിലോ എന്തിലോ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഓപ്പണായിട്ട് ചോദിക്കുക. ഓപ്പണായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നവരോട് ആ മറുപടി പറയുന്നവർക്ക് ഒരു പ്രത്യേക താല്പര്യവും അട്രാക്ഷനും ഉണ്ടാവും എന്നുള്ളത് സത്യമാണ്. നമ്മുടെ ലാസ്റ്റ് പോയിന്റ് ആണ് ഇഗ്നോർ കംപ്ലൈനിങ്, ഡ്രാമ ആൻഡ് ഡിസ്റെസ്പെക്റ്റ്. ഈ ഒരു പോയിന്റ് എന്തുകൊണ്ടാണ് വന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പിയർ ഗ്രൂപ്പിൽ ഒരു നല്ല ആളാവണമെങ്കിൽ നിങ്ങൾ സ്ഥിരമായിട്ട് കംപ്ലൈൻറ്റ് പറയുന്ന ഒരാളാവാൻ പാടില്ല. കാരണം എപ്പോഴും ഈ നെഗറ്റീവ്സ് കംപ്ലൈൻറ്റ്സ് മാത്രം പറയുന്നവരോട് ആൾക്കാർക്ക് ഒരു ഇറിറ്റേഷനാണ് തോന്നുന്നത്. പക്ഷേ വന്നല്ലോ, ഇനി എന്നത്തെ കംപ്ലൈൻറ്റ് എന്താണോ എന്നൊരു തോട്ട് അവരുടെ മൈൻഡിൽ
ഉണ്ടാവും. അതുകൊണ്ട് തന്നെ കംപ്ലൈൻറ്റ്സ് പറയുന്നത് ഒരു കംപ്ലൈൻ്റ് ആയിട്ട് പറയാതെ നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് എന്ന രീതിയിൽ പറയുക. നിങ്ങൾക്ക് പറയാനുള്ള കാര്യം വളരെ പോസിറ്റീവായിട്ട് തന്നെ ആ ഒരു കാര്യം ഇങ്ങനെ ചെയ്താൽ നന്നായിരുന്നു എന്ന് പറയുക. അതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഡെയിലി വന്ന് കംപ്ലൈൻറ്റ്സ് പറയാതെ നിങ്ങൾക്ക് പറയാനുള്ള കംപ്ലൈൻറ്റ്സ് എല്ലാം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ മൈൻഡ് ഗെയിംസ്, ഡ്രാമ, മറ്റുള്ളവരെ ഡിസ്റെസ്പെക്ട് ചെയ്ത് സംസാരിക്കുന്ന ഇങ്ങനത്തെ പരിപാടികളെല്ലാം നിർത്തുക. ഇതെല്ലാം നിങ്ങൾക്കൊരു നെഗറ്റീവ് ക്യാരക്ടർ എന്നുള്ള ഒരു ഇമേജാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇത്ര ഉള്ള പോയിന്റ്സ്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ ഡിസേർവ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസേർവ് ചെയ്യുന്ന ആൾക്കാരെ നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റും. വെദർ ഇറ്റ് ഈസ് എ പ്രൈവറ്റ് സ്പേസ് ഓർ എ പബ്ലിക് പിയർ ഗ്രൂപ്പ്, എവിടെയാണെങ്കിലും നിങ്ങൾക്ക് ഇതൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്ര ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. Thank you so much for watching. Take care. Bye.